ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു വാഹനം മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താണ്? വാഹനത്തിൻ്റെ പ്രൈസ്, മൈലേജ്. ഇത് രണ്ടും നോക്കി നമ്മളൊരു വാഹനം മേടിക്കുന്നു. പിന്നീട് വാഹനം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു പ്രോബ്ലമാണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു മൈലേജ് വാഹനത്തിന് കിട്ടുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിന് മറ്റൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളും, അതോടൊപ്പം തന്നെ ചില ആൾക്കാരുടെ ഒരു സംശയമാണ്, നമ്മൾ AC ഇട്ട് ഓടിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ കൂടുതൽ മൈലേജ് നമുക്ക് നഷ്ടമായി പോകുന്നത് എന്നുള്ള ചിന്തയും പല ആൾക്കാർക്കുമുണ്ട്. എന്നാൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. എന്തായാലും നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരൻ, അല്ലെങ്കിൽ പുതിയതായിട്ട് വണ്ടിയൊക്കെ മേടിച്ച് കൂടുതൽ യൂസ് ചെയ്ത് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അമിത വേഗത്തിലും വാഹനം ഓടിക്കാൻ പാടില്ല, തീർത്തും വേഗത കുറച്ചും വാഹനം ഓടിക്കാൻ പാടില്ല. ഇത് രണ്ടുമാണ് നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് കുറയാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വാഹനത്തിന് വേഗത കൂട്ടിയാണ് ഓടിക്കുന്നതെങ്കിൽ കൂടുതലായിട്ടുള്ള ആക്സിലേഷൻ നമ്മൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതലായിട്ടുള്ള ഇന്ധനം കത്തിത്തീരുകയും മൈലേജിനെ അത് ബാധിക്കുകയും ചെയ്യും. ഇനി തീർത്തും വേഗത കുറഞ്ഞാണ് ഓടിക്കുന്നത്, അതായത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ചില ബിഗിനേഴ്സിന് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാ ഗിയറും ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ സെക്കൻഡ് ഗിയറിലും തേർഡിലും ഫസ്റ്റിലും ഒക്കെ ആയിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടുള്ള ഇന്ധനം കത്തി നമ്മളുടെ വാഹനത്തിൻ്റെ മൈലേജ് കുറയും. എന്നാൽ മൈലേജ് നമുക്ക് ആവറേജ് മെയിൻറ്റെയിൻ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മാക്സിമം ഒരു 50-60 കിലോമീറ്റർ വേഗത നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മൈലേജിനെ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് സഹായകരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം നന്നായിട്ട് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരുപാട് വേഗത്തിൽ വാഹനം ഓടിക്കാതിരിക്കുക, ഒരുപാട് വേഗത കുറച്ചും ഓടിക്കാതിരിക്കുക, ഒരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കുക. അപ്പം നമുക്ക് ആവറേജ് ഒരു മൈലേജ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ഇടവേളകളിൽ നമ്മൾ കൊടുക്കേണ്ട ഗിയർ റോഡിന് അനുയോജ്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വാഹനം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ആക്സിലേഷൻ നൽകി, ആക്സിലേഷൻ്റെ അളവ് കൂടുതലായിട്ട് കൊടുത്ത് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ പറ്റിയ ഒരു മൂവ്മെൻറ്റ് മാത്രം ചെറുതായിട്ട് ആക്സിലേഷൻ നൽകി കൃത്യമായിട്ട് സെക്കൻഡ് ഗിയർ ഇടുക. തേർഡിലേക്ക് ഇടുന്ന അവസരങ്ങളിലും എന്ത് ചെയ്യണം, നമ്മൾ സെക്കൻഡിൽ പോകുന്ന അവസരങ്ങളിൽ ക്ലച്ച് നയിച്ച് വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് ചെറിയൊരു മൂവ്മെൻറ്റ് മതിയെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റിനുള്ള ആക്സിലേഷൻ കൊടുത്തിട്ട് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ റോഡ് മനസ്സിലാക്കി ഓരോ ഗിയറും കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ഷിഫ്റ്റ് ചെയ്യുക. അതിനനുയോജ്യമായിട്ടുള്ള ആക്സിലേഷനും കൂടെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മൈലേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ചിൽ കാല് വെച്ച് ക്ലച്ച് താങ്ങി വാഹനം ഡ്രൈവ് ചെയ്യാറുണ്ട്. അത് തുടക്കക്കാർ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്. എന്നാൽ നിങ്ങൾ അതും ചെയ്യരുത്. ക്ലച്ച് താങ്ങിയാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലച്ച് ഇരയ്ക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ആക്സിലേഷൻ കൂടുതലായിട്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൂടുതലായിട്ടുള്ള ഒരു ഇന്ധനം കത്തിത്തീരുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ക്ലച്ച് പ്ലേറ്റ് പെട്ടെന്ന്, ക്ലച്ച് ഡിസ്ക് പെട്ടെന്ന് നമുക്ക് മാറേണ്ട ഒരു സാഹചര്യവും വരും. അതുകൊണ്ട് പരമാവധി ക്ലച്ചേൽ ആവശ്യമില്ലാതെ കാല് വെക്കാതിരിക്കുക, കാലെടുത്ത് ഫ്ലോറിൽ വെക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾക്ക്, അതായത് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ, നമുക്ക് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ടും ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഷെയർ ചെയ്യുന്നത്. AC-യും മൈലേജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പല ആൾക്കാരും പറയാറുണ്ട്, നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ AC ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മൈലേജ് നമുക്ക് നഷ്ടമാകും, കൂടുതൽ ഇന്ധനം കത്തിത്തീരുമെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ AC ഉപയോഗിക്കുമ്പോൾ നമുക്ക് വാഹനം കൂളാകാൻ വേണ്ടിയാണ് നമ്മൾ AC ഇടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ബ്ലോവർ സ്പീഡൊക്കെ കൂട്ടി കൃത്യമായിട്ട് നമ്മൾ AC ഇടുക. AC ഇട്ട് വാഹനം ഒന്ന് തണുത്ത എന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ ചെയ്യേണ്ടത് ആ ബ്ലോവർ സ്പീഡ് കുറച്ചൊരു 2-ലൊക്കെ ഇടുക. അപ്പം നമുക്ക് ഏകദേശം വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു AC മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ബ്ലോവർ സ്പീഡ് കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ആ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ
കംപ്രസർ വഴി വന്ന് ആ ഒരു തരത്തിൽ കൂടുതലായിട്ട് നമ്മൾ എഞ്ചിനെ കൂടുതലായിട്ട് നമുക്ക് എ സിക്ക് വേണ്ടിയും കൂടെ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ കൂടുതലായിട്ട് ഇന്ധനം കത്തിത്തീരുന്നു. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മളൊരു വാഹനം എ സി ഇട്ട് ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ കൂളിംഗ് ഉണ്ട്, നമ്മളുടെ ഡ്രൈവിംഗ് കംഫർട്ട് ലെവൽ നല്ല രീതിയിലായിരിക്കും, ഒരു സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കാം. വെളിയിൽ നിന്ന് മറ്റൊരു തരത്തിലുള്ള നോയ്സോ പൊടിപടലങ്ങളോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾ എ സി ഉപയോഗിക്കാതെ പവർ വിൻഡോകളൊക്കെ താത്തിട്ടാണ് വാഹനം ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഡ്രൈവിംഗ് കംഫർട്ട് ലെവൽ ഒരുപാട് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതായത് വെളിയിൽ നിന്ന് വരുന്ന നോയ്സ്, പൊടിപടലങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എ സി ഉപയോഗിച്ച് വാഹനം ഡ്രൈവ് ചെയ്തു എന്ന് കരുതി കൂടുതലായിട്ടൊന്നും നമ്മളുടെ വാഹനത്തിൻ്റെ മൈലേജിനെ അത് ബാധിക്കാനായിട്ട് സാധ്യതയില്ല. ബ്ലോവർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുക. അതോടൊപ്പം തന്നെ എ സി ഇട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആവറേജ് ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എ സി ഇട്ട് നിങ്ങൾ ഓടിക്കുക എന്ന് എനിക്കിതിനകത്ത് പറയാനുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ടയറിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ടയറിൻ്റെ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ വാഹനത്തിൻ്റെ മൈലേജിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു നിശ്ചിത എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റോഡിൽ ഓടിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് വാഹനത്തിൻ്റെ വേഗതയെ നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വേഗത കൺട്രോൾ ചെയ്ത് നമുക്ക് ഓടിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് കൃത്യമായിട്ടും ടയറിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വാഹനം ഓടിക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ വാഹനം സർവീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് എത്ര കിലോമീറ്ററിലാണോ അടുത്തൊരു സർവീസ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എത്ര ടൈം പീരീഡിലാണോ ഓരോ സർവീസ് അവർ പറയുന്നത്, അതനുസരിച്ച് കൃത്യമായിട്ടുള്ള സർവീസുകൾ നിങ്ങൾ വാഹനത്തിന് നൽകാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു തരത്തിലുള്ള കേടുപാടുകൾ വാഹനത്തിൻ്റെ ഉള്ളിൽ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൈലേജ് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ചെറിയ ടിപ്സുകൾ വാഹനം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു തുടക്കക്കാർക്ക് ഗുണമായി എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.